ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊന്ന് എൻ്റെ സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്ഥലത്തിരുന്ന് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് കറണ്ട് ഇല്ല. ഞാനിങ്ങനെ കറണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കറണ്ട് വരും പക്ഷെ കറണ്ട് വരുന്നതേ ഇല്ല. അതുകൊണ്ട് ഞാൻ കരുതി വീഡിയോ എന്തായാലും എടുക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വിൻഡോ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം കുറച്ച് നോയ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോസിൽ അല്ലെങ്കിൽ നമ്മൾ ഈ വർക്കൗട്ടിൽ ഒരു ദിവസമുണ്ട്. ആ ഒരു ദിവസം നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് സത്യമായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ ഒരു ഡേ ആണ് റെസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ റെസ്റ്റ് ഡേ ഇമ്പോർട്ടൻറ്റ് എന്ന് ഞാൻ പറയാൻ ഇന്നത്തെ ടോപ്പിക്ക് അതാണ് ഞാൻ ചൂസ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാൻ എൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, എൻ്റെ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഓരോ വെയിറ്റ് ലോസിലാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വെയിറ്റ് ലോസിലൊന്നും എനിക്ക് അറിയാത്തൊരു കാര്യങ്ങളായിരുന്നു. പിന്നെ ഓരോ വെയിറ്റ് ലോസിലും ഞാൻ പഠിച്ചത്. കാര്യം കണ്ടിന്യൂസ് ഒരു 10-15 ദിവസം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഡയറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഷുഗർ എല്ലാം കട്ടാണ്. പക്ഷേ എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. എനിക്കാണെങ്കിൽ നല്ല വിഷമം തോന്നി. കാര്യം വെയിറ്റ് കുറയാത്ത എന്താണ്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തു എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വെയിറ്റ് കുറയാത്തതെന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഞാൻ എൻ്റെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത്. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബോഡി റിക്കവർ ആവാനുള്ള ഒരു ടൈം, അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ വെയിറ്റ് ലോസ് സംഭവിക്കാനുള്ളൊരു ഗ്യാപ്പ് ഞാൻ അവിടെ കൊടുക്കാതെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു വെയിറ്റ് കുറയാത്തതിൻ്റെ റീസൺ എനിക്ക് വന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ നമ്മൾ മൺഡേ ടു സാറ്റർഡേ വരെ വർക്ക് ചെയ്യുന്നു, സൺഡേ നമുക്ക് ലീവ് തരുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ, നമ്മളൊന്ന് കാമാക്കാൻ, നമ്മളൊന്ന് ഓൾ ടോട്ടൽ ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ സ്ട്രെസ് ആവും, നമുക്ക് ജോലി മടുക്കും, നമുക്ക് പിന്നെ പോകാണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരും. സെയിം കാര്യം തന്നെയാണ് നമ്മുടെ വെയിറ്റ് ലോസിൽ സംഭവിക്കുന്നത്. നമ്മൾ റെസ്റ്റ് ഡേ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള കാര്യങ്ങളുണ്ട്. പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് വെയിറ്റ് സ്റ്റക്കായിട്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കും. ഒരു അങ്ങോട്ടോ മാറുന്നില്ല ഇങ്ങോട്ടോ മാറുന്നില്ല, പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസ്റ്റ് ഡേനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ പറയുന്നത്. അപ്പോൾ റെസ്റ്റ് ഡേ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ഈ റെസ്റ്റ് ഡേ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. റെസ്റ്റ് ഡേ കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും റിക്കവർ ആവാനുള്ള ഒരു ടൈമാണ് ഈ റെസ്റ്റ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ. മൊത്തത്തിൽ ഡയറ്റ് എടുക്കണ്ട, വർക്കൗട്ട് ഇല്ല, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം, എന്തും കഴിക്കാം എന്നുള്ളൊരു കാര്യമല്ല പറയുന്നത്. ആ ഒരു ഡേയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അത് ഞാൻ പോകെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് ഡേ കൊടുക്കുന്നത്. ഓക്കെ, വെയിറ്റ് ലോസ്, മസിൽ ടോണിങ്, പിന്നെ നമ്മുടെ മസിൽസിന് ഒരു സ്ട്രെങ്ത് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ഡേ ഇല്ലാതെ പോസിബിൾ ആകില്ല. അതുകൊണ്ട് റെസ്റ്റ് ഡേ എന്തായാലും കൊടുത്തിരിക്കണം. പലർക്കും ഒരു ഡൗട്ടാണ്, ഡെയിലി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന പോലെ വെയിറ്റ് ലോസ് സംഭവിക്കുള്ളൂ എന്ന് പറയും. പക്ഷെ അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ റെസ്റ്റ് ഡേ കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ മസിൽസ് റിപ്പയർ ആവുകയും നമ്മുടെ വെയിറ്റ് ലോസ് സ്പീഡപ്പ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റും, നമ്മുടെ ശരീരത്തിൽ നമുക്ക് സ്ട്രെസ്സ് കൂടുതലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർട്ടിസോൾ ലെവൽ കൂടുകയും അതിലൂടെ നമുക്ക് ഫാറ്റ് സ്റ്റോർ ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറയില്ല, ചിലപ്പം വേണമെങ്കിൽ കൂടാനും ചാൻസ് ഉണ്ട്. ഓക്കെ,
ഇനി നമ്മൾ റെസ്റ്റ് ഡേയിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റിലേ ഞാൻ പറഞ്ഞു, റെസ്റ്റ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തും ഇഷ്ടമുള്ളത് ചെയ്യാം എന്നുള്ളൊരു ലൈസൻസ് അല്ല. റെസ്റ്റ് ഡേയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാവധാനം എഴുന്നേറ്റാൽ മതി. ചിലപ്പോൾ 7 to 8 മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറയുമ്പോൾ കുറച്ചും കൂടി നേരത്തെ കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാലും മതി. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഡെയിലി കഴിക്കുന്ന പോലെ തന്നെയാണ് കഴിക്കേണ്ടത്. ഡയറ്റിന് വേറെ വ്യത്യാസമൊന്നുമില്ല. ലൈറ്റ് വാക്കിങ്, സ്ട്രെച്ചസ്, യോഗ, സ്ട്രെച്ചൊക്കെ നന്നായിട്ട് ചെയ്യണം കേട്ടോ. അത്രയും ദിവസത്തെ നമ്മുടെ കാര്യങ്ങളെല്ലാം ആ ഒരു ദിവസം സ്ട്രെച്ച് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ ബോഡീനെ റെസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുക, ബുക്ക് വായിക്കുക. ആ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെൽഫ് ലവിന് കൊടുക്കേണ്ട ദിവസമാണ്. ആ ദിവസം ആ ഒരു രീതിയിൽ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം മസ്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കുക. ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഓവർ ഈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ 7 to 8 മണിക്കൂർ ഉറങ്ങുന്നവർ ഒരു 9 മണിക്കൂർ, 1 മണിക്കൂറും കൂടി എക്സ്ട്രാ ഉറങ്ങിക്കോ. അല്ലാതെ ഓവറായിട്ട് ഉറങ്ങാനായിട്ട് പാടില്ല. എപ്പോഴും ഒരു സ്ഥലത്ത് ചടഞ്ഞുകൂടി ഇരിക്കാനായിട്ട് പാടില്ല. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ. നമുക്ക് എത്ര ദിവസം നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം റെസ്റ്റ് കൊടുക്കാവുന്നതാണ്. നമുക്കൊരു 4 ദിവസം വർക്കൗട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് റെസ്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ റെസ്റ്റ് കൊടുക്കാം. ബിഗിനേഴ്സിനാണെങ്കിൽ ആഴ്ചയിൽ 1 or 2 ദിവസം നന്നായിട്ട് റെസ്റ്റ് കൊടുക്കുക. ഈ ഒരു റെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡി പതുക്കെ അല്ലെങ്കിൽ ഒന്ന് സ്പീഡപ്പായിട്ട് വെയിറ്റ് ലോസ് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും റെസ്റ്റ് ഡേ എന്ന് പറയുന്ന ഡേ ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരു വെയിറ്റ് ലോസിലോ ഒരു ഡയറ്റിലോ അല്ലെങ്കിൽ ഒരു വർക്കൗട്ടിലോ ഇറങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല. ഡയറ്റ് ഓക്കെ, പക്ഷെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ടും വെയിറ്റ് ലോസിൽ ഈ ഒരു റെസ്റ്റ് ഡേ എന്ന് പറയുന്ന കാര്യം കൊടുത്തിരിക്കുക. ആ റെസ്റ്റ് ഡേയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം പാലിച്ച് നിന്നാൽ മാത്രമേ ആ റെസ്റ്റ് ഡേ കൊണ്ട് ഉപയോഗമുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ആ റെസ്റ്റ് ഡേ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ എൻ്റെ ബോഡിയിലുള്ള ചേഞ്ച് ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ 15 ദിവസം വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ഈ 15 ദിവസം കറക്റ്റ് വർക്കൗട്ടും കറക്റ്റ് ഡയറ്റും കൊടുത്തിട്ട് എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. അത് നമുക്ക് ഇമോഷണലി നമുക്ക് ഭയങ്കര മെൻ്റലി ഭയങ്കര ഡൗൺ ആക്കും നമ്മളെ. കാര്യം നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഡയറ്റും വർക്കൗട്ടെന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമുള്ളൊരു അല്ലെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ പോകെ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരുന്നപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇനി പോകണ്ട എന്ന് ഞാനങ്ങ് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അതെടുത്ത് നല്ലൊരു ഡിസിഷനായിരുന്നു. 1 വീക്ക് ഞാൻ റെസ്റ്റ് കൊടുത്തപ്പോൾ ഈ പറഞ്ഞതിൽ ഓരോ ദിവസം 1 കിലോ 2 കിലോ 3 കിലോ ഇങ്ങനെ വെച്ച് എനിക്ക് പെട്ടെന്ന് എനിക്ക് വെയിറ്റ് അങ്ങ് കുറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. എൻ്റെ ബോഡീനെ ഒന്നും കൂടി റിപ്പയർ ചെയ്തെടുക്കാനുള്ളൊരു ടൈം ഞാൻ കൊടുക്കുന്നില്ല. ഈ ഒന്നിൻ്റെ അതിൻ്റെ മുകളിൽ അങ്ങനെ എടുക്കുന്നപ്പോൾ ഇതിങ്ങനെ ഭയങ്കര സപ്രസായി പോകുന്നല്ലാണ്ട് അതിനെ ഒന്ന് നേരെയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടൈമാണ്. എൻ്റെ ഒരു ഇതിൽ ഞാൻ സാറ്റർഡേ സൺഡേ എന്തായാലും റെസ്റ്റ് ഡേ എൻ്റെ ബോഡിക്ക് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ വരെയും വർക്കൗട്ട് ചെയ്തതിന് ശേഷം സാറ്റർഡേയും സൺഡേയും നന്നായിട്ട് ബോഡീനെ മീൻസ് റെസ്റ്റ് കൊടുക്കാം എന്നുള്ള ഒരു പാറ്റേണിൽ പോകാമെന്നാണ് എൻ്റെ ഒരു ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ 1-2 ആഴ്ച ഇങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ 3-ാമത്തെ ആഴ്ച ചിലപ്പോൾ ഞാൻ മൊത്തത്തിൽ പോവുമായിരിക്കും. സൺഡേ മാത്രം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ പോവുമായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ഇടയ്ക്ക് മുറയ്ക്കൊന്ന് മാറ്റിയും തിരിച്ചുമൊക്കെ നമ്മൾ റെസ്റ്റ് ഡേ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. ഈ റെസ്റ്റ് ഡേ എടുക്കുമ്പോൾ മെയിനായിട്ട് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. 2 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റെസ്റ്റ് ഡേ എടുക്കണമെങ്കിൽ മടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മൺഡേ ട്യൂസ്ഡേ കഴിഞ്ഞിട്ട് 1 ദിവസം റെസ്റ്റ് ഡേ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു 3 ദിവസം പോയിട്ട് സൺഡേ റെസ്റ്റ് ഡേ കൊടുക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ മാറ്റിയും പിരിച്ചുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ആ ദിവസം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. യോഗയൊക്കെ അറിയാം, മെഡിറ്റേഷനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൈൻഡ് കാമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫുഡ് കുക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റിലിരിക്കുന്ന ആ സമയത്തുള്ള ഇഷ്ടപ്പെട്ട ഫുഡിനെ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം പോർഷൻ കൺട്രോൾ ചെയ്ത് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എപ്പോഴും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആയിട്ടായിരിക്കണം.
നമ്മൾ ഒരിക്കലും എന്താ നമുക്ക് ഈ പറയുന്ന വെയിറ്റ് ലോസ് ഒരിക്കലും നമുക്കൊരു ഭാരമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമുക്കിനി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആ ഒരു ഫുൾ ഡേയിലുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റിയതിന് ശേഷമാണ് ഈ വെയിറ്റ് ലോസിൽ നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നേരത്ത് നമുക്കിത് നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് മെയിൻ കാര്യം ചെയ്യേണ്ടത്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വല്ലപ്പോഴും ഒക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ ഒരു ടൈമിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതുകൊണ്ടാണ് റെസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇല്ലെങ്കിൽ ഒരു 3 ദിവസം ഹെവി വർക്കൗട്ട് എടുത്തിട്ട് പിന്നെ നമ്മളൊരു കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുത്ത് കൊടുത്താലും മതി. 5 ദിവസം നമ്മുടെ ബോഡീനെ അനക്കേണ്ട കാര്യം മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളൊന്ന് ക്ലീനിങ്, ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ ക്ലീനിങ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി മൂവ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ വുമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിങ്ങനെ പീരീഡ്സ് ഒക്കെ ടൈം വരുമ്പോഴൊക്കെ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ഡേ വേണ്ട, അല്ലാത്ത പക്ഷം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ എപ്പോഴും പീരീഡ്സ് സമയത്ത് ഒരു 3-4 ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കും. ആ ഒരു ദിവസത്തിൽ പറയുന്ന പോലെ ഞാൻ വാക്കിങ്ങിന് പോവുക, അങ്ങനെ ഒന്നുമില്ല, ഞാൻ ഫുൾ അങ്ങ് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി ഓരോ രീതിയിലാണ്. അപ്പോൾ ആ ഒരു രീതി കൺസിഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് പാലിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ ഒരു ഭാരമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കും കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് പാടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓരോ ദിവസങ്ങളിലും ഞാൻ നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ വെയിറ്റ് ലോസിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ കൂടുതൽ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വേണ്ടിയിട്ടുള്ള ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഈ റെസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റ് ഡേ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോയ്സൊക്കെ ഉള്ളവർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ക്ഷമിക്കുക കേട്ടോ. എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഇരുന്ന് സംസാരിക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ ദിവസം ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നാളത്തെ ദിവസം കാണുന്നവരേക്കും ബൈ ബൈ.